ഇപ്പോൾ രാത്രി സമയം. ആ കാടിന്റെ 4 ചുറ്റിൽ നിന്നും കൂരിരട്ട് കാടിനെ വിഴുങ്ങാൻ തുടങ്ങി. കണ്ണെത്താ ദൂരത്തോളം ഒരു മൃഗവുമില്ല. അപ്പോൾ കാടിന്റെ പുറത്ത് ഭയങ്കരനായ ഒരു സിംഹം തന്റെ സുഹൃത്തുക്കളായ 2 ചെന്നായകളോടും ഒരു കറുത്ത പൂച്ചയോടും കൂടി അവിടെ എത്തി. ഈ കാട്ടിലെ മൃഗങ്ങളുടെ മാംസം എന്ത് രുചിയാന്നറിയോ? വാ, നമുക്ക് പോയി വേട്ടയാടാം. രുചിയുള്ള മാംസമോ? വാ 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 വാ. എന്ത് വാവാന്ന്? നിനക്കറിഞ്ഞൂടെ ഇതാരുടെ കാടാണെന്ന്? സിംഹരാജാവിന്റെയാ. നമ്മൾ ഒളിച്ചിരുന്നല്ലേ വേട്ടയാടാൻ വന്നേ, പിന്നെന്ത് പ്രശ്നം? ആ സിംഹത്തിന്റെ മുമ്പിൽ പോയി പെട്ടാലുണ്ടല്ലോ, ഒറ്റ അടി മതി നമ്മൾ കാലപുരിയിലെത്താൻ. പൂച്ച പറയുന്നതിലും കാര്യമുണ്ട്. ഞാനില്ല ആ കാട്ടിലേക്ക്. ആ കാട്ടിൽ പോവാന്ന് പറയുന്നാലേ യമരാജന്റെ വീട്ടിൽ പോകുന്ന പോലെയാ. സിംഹരാജാവിനെ പേടിച്ച് ഒറ്റ ജീവിയും കാടിനകത്തേക്ക് കടക്കാൻ ധൈര്യപ്പെടാറില്ല, അത് എത്ര തന്നെ ഭീകരജീവിയാണെങ്കിൽ പോലും. പിറ്റേ ദിവസം സിംഹരാജാവ് തന്റെ കൊട്ടാരത്തിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറെ കാട്ടുമൃഗങ്ങൾ എത്തി. ഒരു ദുഃഖവാർത്ത വന്നിരിക്കുന്നു രാജാവേ. എന്തു പറ്റി? രാജാവേ, ഇന്നും അങ്ങയുടെ ഒരു പ്രജയെ ആരോ കൊന്നു തിന്നിരിക്കുന്നു. ആരാന്നറിയില്ല, വേട്ടയാടി കൊന്നു തിന്നിരിക്കുന്നു. മഹാരാജാവേ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പുറത്തു നിന്നുള്ള ഭീകരജീവികൾ എങ്ങനെയോ അകത്ത് കടന്ന് ഈ കാര്യം ചെയ്യുന്നു. പക്ഷെ ആരാന്നറിയില്ല. അതേ രാജാവേ, അവരാരാന്നെ അറിഞ്ഞൂടാ. പെട്ടെന്ന് വരുന്നു, വേട്ടയാടുന്നു, പോകുന്നു. എന്റെ കാട്ടിൽ കാലുവെച്ച ആ ധൈര്യശാലി ആരാണ്? അങ്ങൊരു വീരധീരനാണെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു രാജാവേ. ഈ കാട്ടിൽ ആരും ഈ ക്രൂരത ചെയ്യില്ല. കാരണം രാജാവിന്റെ ശക്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ. നിങ്ങളെ ഒക്കെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. അങ്ങേ പോലുള്ളൊരു ധീരനെ കിട്ടിയതിൽ ഞങ്ങൾ മഹാഭാഗ്യശാലികളാണ് രാജാവേ. മൃഗങ്ങളൊക്കെ ഒരു ഗൗരവമായ ചർച്ച നടത്തിയതിനു ശേഷം പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ഒരു സ്ഥലത്ത് കുരങ്ങനും കുറുക്കത്തിയും പേടമാനും ഒരു കഴുതയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, കള്ള് കുടിക്കണം പോലെ ഒരു ഫീലിംഗ്. പറയൂ, എന്താ ചെയ്യാ? നോക്കൂ ബല്ലു, ഈ സമയത്ത് കാടിന് പുറത്തു പോകുന്നത് ബുദ്ധിപൂർവമായ പ്രവൃത്തിയല്ല. മഹാരാജാവിനോട് ചോദിക്കാതെ നമുക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല. നമ്മളെ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും രാജാവിൻ്റെ അനുമതി ചോദിച്ചു പോകാനും വരാനും. അതാണ്, ചെറിയ കാര്യങ്ങളൊന്നും പേടിക്കാൻ പാടില്ല. ശരി, വാ പോവാൻ. അങ്ങനെ ആ സുഹൃത്തുക്കൾ തങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാനായി രാജാനുമതി ഇല്ലാതെ തന്നെ പുറത്തേക്ക് പോയി. എടാ നോക്കൂ, ഈ സ്ഥലം അപകടം പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം വിടണം. പെട്ടെന്നാണ് ദുഷ്ടരായ സിംഹം, ചീറ്റ, ചെന്നായയും ഹൈനയും ഈ സുഹൃത്തുക്കളെ ചുറ്റിവളച്ചത്. ഇതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഇരകള് ഇരപിടിയന്മാരെ തേടി വരുന്നത് ഇതാദ്യമായിട്ടാണ്. എൻ്റെ അമ്മേ, യുവമാരൊക്കെ എവിടുന്ന് വന്നതാ? അതെ, ആ സിംഹരാജാവ് ഇവന്മാരെ രക്ഷിക്കാൻ വരില്ല. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ നമുക്ക് വേട്ടയാടാം. അതെ, നമ്മൾ ഇവരെ പിച്ചി ചീന്തി കൊന്നു തിന്നും. അവർ അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ എടാ, ജീവൻ വേണമെങ്കിൽ ഓടാൻ തുടങ്ങടാ. ആ 4 സുഹൃത്തുക്കളും ജീവനും കൊണ്ടോടാൻ തുടങ്ങി. പുറകെ ആ ദുഷ്ടമൃഗങ്ങളും. അവിടെ ഒരു ഗുഹയുണ്ടടാ, അങ്ങോട്ടൊക്കെ അവിടേക്ക് പോവാം. 4 പേരും ജീവൻ രക്ഷിക്കാനായി ആ ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു. ഒരു വലിയ കല്ലുകൊണ്ട് ആ ഗുഹ അവർ അടച്ചു വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ പിന്തുടർന്ന മൃഗങ്ങളും എത്തി. ഇവിടെ പോയി അവന്മാര് ഇവിടെ വരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി കാത്തിരിക്കാം. അവന്മാർ എവിടെ പോകുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. ആ ദുഷ്ടമൃഗങ്ങൾ ഗുഹയ്ക്ക് പുറത്തിരുന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഗുഹയുടെ അകത്തോ കുരങ്ങനും കൂട്ടുകാരും നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന മാൻ പറഞ്ഞു, എടാ, ആ ദുഷ്ടന്മാരൊക്കെ പുറത്തു തന്നെ ഇരിക്കുക. നമ്മൾ എങ്ങനെ പുറത്തു പോവും? ഇതിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടുന്നു എനിക്ക്. അല്ല, ജീവിക്കണമെങ്കിലേ ഇവിടെ തന്നെ മിണ്ടാതിരിക്കണം. ഒന്ന് സഹിക്കി. ഇങ്ങനെ തന്നെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. മാത്രല്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, ഉറപ്പ്. നീ പേടിക്കണ്ടടി. നീ ചത്തുപോയാലേ ഞാൻ നിന്റെ ശവം നമ്മുടെ കാട്ടിലേക്ക് തിരിച്ച് ഭദ്രമായി കൊണ്ടുപോകും. എടാ കഴുതേ, തമാശ പറയേണ്ട നേരാണോടാ അത്? സോറി. ശരി ശരി, ഇതൊക്കെ വിട്ടിട്ട് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്ക് ചങ്ങായി. എടി, എനിക്കത്ര മണ്ടയില്ല. അതുകൊണ്ടല്ലേ മണ്ടന്മാരെ കഴുതേന്ന് വിളിക്കുന്നേ. നീ സാമർത്ഥ്യശാലിയായ കുറുക്കത്തിയല്ലേ, നീ തന്നെ ഒരു വഴി കണ്ടുപിടിച്ച് പറ.
ഒരു സമൃദ്ധിയായ കുറുക്കത്തിയല്ലേ? ഗുഹയ്ക്കകത്ത് വിശന്ന് പൊരിഞ്ഞ് അവശരായി ഇരിക്കുന്ന മൃഗങ്ങളെ ഗുഹയ്ക്ക് പുറത്തിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ പറഞ്ഞു. അതെ, രാത്രിയാകാറായി. ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം വീട്ടിൽ പോവാം. അപ്പോഴാണ് ഗുഹയ്ക്കകത്തിരുന്നും ചില ശബ്ദങ്ങൾ പുറത്തുള്ളവർ കേട്ടത്. കുറച്ചു സമയത്തിനുള്ളിൽ ആ ദുഷ്ടന്മാർ പുറത്തു പോകുന്ന തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു, നമുക്ക് പുറത്തു പോകാം. കുറുക്കത്തിയുടെ ശബ്ദം കേട്ട ദുഷ്ടസിംഹം പറഞ്ഞു, ആ അത് ശരി, അപ്പൊ ഇരകൾ ഗുഹയുടെ ഉള്ളിലാണല്ലേ? കേട്ടോളൂ, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ശരിയാ, നമുക്ക് അവര് പുറത്ത് ഇറങ്ങുന്നതായിരിക്കും കാത്തിരിക്കാം. ആ ദുഷ്ടന്മാർ ആ ഗുഹയ്ക്ക് ചുറ്റും കാവലിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്ന് രാത്രിയും കഴിഞ്ഞു. പുലർന്നു. മഹാരാജാവേ, എൻ്റെ ഭാര്യയെ കാണാതെ ഒരു ദിവസമായി. എനിക്ക് പേടിയാവുന്നു. എന്റെ കുറുക്കത്തെയും കാണാനില്ല രാജാവ്. എൻ്റെ അച്ഛനെ ഇന്നലെ മുതൽ കാണുന്നില്ല രാജാവേ. ഇവരുടെ ഒപ്പം പോയതാ ഇന്നലെ. എന്റെ അച്ഛനും. ഈ പരാതികളൊക്കെ കേട്ട് സിംഹരാജാവ് പറഞ്ഞു, ഒരേ നേരത്തെ എൻ്റെ 4 പ്രജകളെ കാണാനില്ല. അവരുടെ ബോഡി കാണാത്തോണ്ട് അവർ ചത്തിട്ടില്ല എന്ന് അനുമാനിക്കാം. ശരിയാ രാജാവ്, അവരിപ്പോഴും ജീവനോടെ ഉണ്ടാവും. ശരി, എത്രയും പെട്ടെന്ന് അവരെ തേടി കണ്ടുപിടിക്കണം. ഗുഹയ്ക്ക് പുറത്ത് കാത്തിരുന്ന ദുഷ്ടമൃഗങ്ങൾ അക്ഷമരായി. കാത്തിരിക്കാൻ വയ്യാതായി. എനിക്കിനി ഒരു നിമിഷം കൂടെ ഇവിടെ വെറുതെ ഇരിക്കാൻ മനസ്സില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഗുഹയുടെ മുന്നിലുള്ള കല്ല് മാറ്റി നമ്മൾ ആ ഗുഹയുടെ ഉള്ളിൽ പോകണം. ഗുഹയെ നോക്കി വന്നുകൊണ്ടിരുന്ന ദുഷ്ടമൃഗങ്ങളെ കണ്ട് പരിഭ്രമിച്ച മാൻ പറഞ്ഞു, എന്റെ ഈശ്വര, അവന്മാര് കല്ല് നീക്കി അകത്ത് വരാനുള്ള പദ്ധതി ഇട്ടുകൊണ്ട് വരാൻ തോന്നുന്നു. ഇത് കേട്ട കൂട്ടുകാരൊക്കെ പേടിച്ചു. നമ്മൾ രക്ഷപ്പെടണമെങ്കിലേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ രാജാവിന് നമ്മൾ ഇവിടെയുള്ള കാര്യം അറിയിക്കണം. നമ്മൾ രാജാവിനെ എങ്ങനെ അറിയിക്കാനടാ? പാട്ട് പാടിയിട്ട് നീ അപശ്രുതിയിലൊന്ന് പാടിയാ മതി. സിംഹരാജാവ് അത് കേട്ട് ഇവിടെ ഓടി വരുവടേ. ജീവരക്ഷയ്ക്കായി കഴുത അപശ്രുതിയിൽ പാടാൻ തുടങ്ങി. സിംഹരാജാവേ ഓടി വരൂ, ഞങ്ങളെ രക്ഷിക്കൂ. ആ ദുഷ്ടമൃഗങ്ങൾ പാറക്കല്ല് തള്ളിമാറ്റാനുള്ള ശ്രമം തുടങ്ങി. കാട്ടിലാണെങ്കിലോ സിംഹരാജാവ് തന്റെ കാണാതായ പ്രജകളെ തേടാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴാണ് സിംഹരാജാവ് കഴുത ഉച്ചത്തിൽ പാടുന്നത് കേട്ടത്. രാജാവേ ഓടി വരൂ, ഞങ്ങളെ രക്ഷിക്കൂ. അല്ല, ഇത് അപസ്വര ഗായകൻ കഴുതയുടെ പാട്ടല്ലേ? അതെ രാജാവേ, ഈ ഭാഗത്തു നിന്നാണ് ശബ്ദം വരുന്നത്. അവരൊക്കെ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. അവിടെ ദുഷ്ടമൃഗങ്ങൾ കല്ല് തള്ളിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർ കണ്ടത്. എടാ, അവന്മാരിപ്പൊ കല്ല് നീക്കും. എടാ കഴുതേ, നീ ഒന്ന് ഉച്ചത്തി പാട്. സിംഹരാജാവേ ഓടി വരൂ, ഞങ്ങളെ രക്ഷിക്കൂ. രക്ഷിക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ആരും വരില്ല. ദുഷ്ടസിംഹം അവരെ കൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സിംഹരാജാവ് അവിടെ എത്തി. നിക്കടാ അവിടെ. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരയ്ക്കും എൻ്റെ പ്രജകളുടെ രോമം പോലും നിങ്ങൾക്ക് ആർക്കും തൊടാൻ പറ്റില്ല. അയ്യോ, സിംഹരാജാവ് എത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മുടെ രാജാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ ഒന്നും ആർക്കും തൊടാൻ പറ്റില്ലെന്ന്. എൻ്റെ പ്രജകളെ തൊടാൻ ആഗ്രഹിച്ചവൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവൻ്റെ ജീവൻ എടുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല. മനസ്സിലായോ? എൻ്റെ കാട്ടുവാസികളെ ബന്ദികളാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒട്ടും താമസിക്കാതെ തന്നെ സിംഹരാജാവ് ആ ദുഷ്ടസിംഹത്തിനെ ആക്രമിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ മഹാരാജാവ് ദുഷ്ടസിംഹത്തെ കൊന്നു. എന്റെ ദൈവമേ, ഓടിക്കോ. ഇരകൾ കുറെ കിട്ടും, പക്ഷെ ജീവൻ നമുക്ക് ഒന്നേ ഉള്ളൂ. ഓടടാ, ഓടിക്കൂ. സിംഹരാജാവിനെ പേടിച്ച് ആ ദുഷ്ടന്മാരൊക്കെ ഓടിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണ രാജാവേ, നിങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളെല്ലാവരും കാട്ടിന്റെ പുറത്തു പോയി. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇനി മുതലെങ്കിലും എൻ്റെ അനുവാദമില്ലാതെ വനാതിർത്തിയിൽ പോലും കാലുകുത്തി പോരുത്. ശരി രാജാവേ. അങ്ങനെ സിംഹരാജാവ് തന്റെ പ്രജകളെയെല്ലാം കൂട്ടി തന്റെ കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോൾ കുറെ മൃഗങ്ങൾ മരണഭയത്തോടെ അലറിക്കൊണ്ട് രാജാവിനെ നോക്കി ഓടി വന്നു. രക്ഷിക്കൂ, 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 രക്ഷിക്കണേ!
രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന പ്രജകളുടെ അടുത്തേക്ക് രാജാവ് ഓടിയെത്തി. എന്തുപറ്റി? എന്തിനാ നിങ്ങൾ നിലവിളിക്കുന്നത്? രാജാവേ, ഞങ്ങളെ രക്ഷിക്കണം. കുറെ ദുഷ്ടമൃഗങ്ങൾ ഈ കാട്ടിൽ വന്ന് മൃഗങ്ങളൊക്കെ ആക്രമിച്ചു. രാജാവേ, നിങ്ങൾ സിംഹത്തിനോട് പോരിടുമ്പോൾ അവന്റെ കൂട്ടുകാര് നിങ്ങളെ പേടിച്ച പോലെ ഓടി ഇവിടെയാണ് വന്നത്. അതേ രാജാവേ, അങ്ങ് പുറത്തുപോയ സമയം നോക്കി കുറെ ദുഷ്ടന്മാർ കാട്ടിനകത്ത് വന്ന് ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരിവിടെ വന്നത്. പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ അവരിവിടെ നിന്ന് പോകൂ. സിംഹത്തോടൊപ്പം കുരങ്ങനും കൂട്ടുകാരും ആ ആക്രമികളെ കാണാനെത്തി. ആരെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചെന്നാൽ ഞാൻ ആദ്യം അവരെ ആയിരിക്കും കൊല്ലുന്നത്. തങ്ങളുടെ മരണം തങ്ങളുടെ കൺമുമ്പിൽ കണ്ട ആ 3 മൃഗങ്ങളും വിറയ്ക്കാൻ തുടങ്ങി. സേനയും കൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആടാ. എനിക്ക് സമ്മതമാണ്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് നേരിടാം. പക്ഷേ നിങ്ങൾ 3 പേരും ഒന്നിച്ച് എന്നെ നേരിടേണ്ടി വരും. സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട 3 പേർക്കും സന്തോഷമായി. ചങ്ങാതികളെ, നമ്മൾ 3 പേരും ചേർന്ന് ഈ സിംഹത്തെ കൊല്ലണം. തീരുമാനിച്ചല്ലോ, പിന്നെ സമയം കളയേണ്ട ആവശ്യമില്ല. വാ, തുടങ്ങാം. ആ 3 പേരും കൂടി സിംഹരാജാവിനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അവർ അപകടകരമാം വിധം സിംഹത്തെ ആക്രമിച്ചു. മൂന്ന് പേരുടെയും ഒരേ സമയത്തുള്ള ആക്രമണം കൊണ്ട് സിംഹരാജാവിന് സാരമായ പരിക്കേറ്റു. സിംഹം മരിച്ചു വീണു. ഹൃദയഭേദകമായ ഈ കാഴ്ച കണ്ട മൃഗങ്ങൾ കരയാൻ തുടങ്ങി. നമ്മുടെ സിംഹരാജാവ് മരിച്ചു. മഹാരാജാവേ, ഞങ്ങളെ വിട്ടു പോയോ? സിംഹരാജാവിനെ ക്രൂരമായി വധിച്ച ശേഷം ആ ദുഷ്ടന്മാർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ രാജാവ് മരിച്ചു വീണു. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചീറ്റയെ രാജാവായി നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ എന്നെ രാജാവായി അംഗീകരിച്ചില്ലെങ്കിൽ ഓരോരുത്തരെയും ഞാൻ കൊന്നു തിന്നും. എന്റെ ഈശ്വര, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കൂ. ഞങ്ങളുടെ രാജാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ. സിംഹരാജാവ് മരിക്കില്ല. സിംഹരാജാവ് എഴുന്നേക്കൂ. രാജാവ് എഴുന്നേക്കൂ. നിങ്ങളുടെ രാജാവിനെ നായിനെ അടിക്കുന്നത് പോലെ അടിച്ച് ഞങ്ങൾ 3 പേരും കൊന്നത്. കണ്ടില്ലേ കിടക്കുന്നത്? മൃഗങ്ങളൊക്കെ ഹൃദയം പൊട്ടി കരയുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരടിയെ നോക്കി ചെന്നായ പാഞ്ഞു. പെട്ടെന്നായിരുന്നു ചെന്നായയെ ആരോ പുറകിൽ നിന്നും ശക്തമായി തള്ളി താഴെയിട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അതാ സിംഹരാജാവ് നിൽക്കുന്നു. സിംഹരാജാവ് മരിച്ചിട്ടില്ലടാ. ജീവനോടെ മുമ്പിൽ നിൽക്കുന്ന സിംഹരാജാവിനെ കണ്ട് 3 പേരും ഞെട്ടിത്തരിച്ചു. ഇതെങ്ങനെ? സിംഹരാജാവിന്റെ ശരീരമല്ല അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ? ഈ സിംഹം ആരാണ്? എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാവും. സിംഹരാജാവ് മരിച്ചു കിടന്ന സിംഹത്തിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റി. അത് ആ 3 ദുഷ്ടന്മാരുടെ സുഹൃത്തായ ദുഷ്ടസിംഹമായിരുന്നു. സ്വന്തം സുഹൃത്തിനെ തന്നെയാണ് ആക്രമിച്ചതും കൊന്നതും എന്നറിഞ്ഞ ആ 3 പേരും സ്തബ്ധരായി. അയ്യോ, ഇത് നമ്മൾ സുഹൃത്ത് സിംഹമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പേർ നമ്മുടെ ഫ്രണ്ടിനെയാണോ കൊന്നത്? പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഞാൻ കാട്ടിൽ നടന്നു വരുമ്പോൾ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഈ സിംഹത്തെ ഞാൻ കണ്ടുപിടിച്ചു. ഇന്ന് ഞാൻ സിംഹരാജാവിന്റെ കാട്ടിൽ കയറി അവന്റെ പ്രജകളെ ഞാൻ വേട്ടയാടി തിന്നും. അത് ശരി, ഇവൻ എന്റെ കാട്ടിൽ കയറി എന്റെ പ്രജകളെ തന്നെ വേട്ടയാടി തിന്നു അല്ലേ? അപ്പോൾ തന്നെ സിംഹം അവനെ ആക്രമിച്ചു പിടിച്ചു. എന്നിട്ട് തന്റെ മുഖഛായയിൽ ഒരു മുഖംമൂടി ഉണ്ടാക്കി ആ സിംഹത്തിന്റെ മുഖത്തണിയിച്ചു. ഈ കാട്ടിൽ ബന്ധനസ്ഥനാക്കി സൂക്ഷിച്ചു. ഞാൻ നിങ്ങളുടെ കാട്ടിൽ നിന്ന് ഒരു സിംഹത്തെ മുമ്പ് തന്നെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട 3 ദുഷ്ടമൃഗങ്ങളും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എടാ സിംഹമേ, നീ ഞങ്ങളെയൊക്കെ കളിപ്പിക്കുകയായിരുന്നല്ലേ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇത് കേട്ട സിംഹരാജാവ് ആ 3 പേരെയും
ഓരോന്നായി കൊന്നൊടുക്കി. സിംഹരാജാവ് അത്രയ്ക്കും ശക്തനായിരുന്നു. അങ്ങനെ എല്ലാ വേട്ടമൃഗങ്ങളെയും സിംഹരാജാവ് കൊന്നു. ഇത് കണ്ട കാട്ടുവാസികൾ സന്തുഷ്ടരായി. രാജാവേ, അങ്ങയോർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങയോടൊപ്പം ജീവിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. ആ സംഭവത്തിന് ശേഷം പ്രജകളൊക്കെ രാജാവിനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം സിംഹരാജാവും പ്രജകളും ഭയമെന്നേ ആ കാട്ടിൽ സസന്തോഷം ജീവിച്ചു. ആ മലയടിവാരത്തിലെ മരത്തിന്റെ മുകളിലെ തേൻകൂട് നോക്കി സിംഹം ഇങ്ങനെ പറഞ്ഞു: ഓ, എന്തു വലിയ തേൻകൂടാ! ഈ മരത്തിൽ ഞാൻ എങ്ങനെ കേറി എപ്പ തേനെടുക്കാനാ? സിംഹം തന്റെ സുഹൃത്ത് കരടിയെക്കുറിച്ച് ചിന്തിച്ചു. എന്റെ ചങ്ങാതി കരടിക്ക് തേൻ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ മരിച്ചുപോകും. സിംഹരാജാവിന് എളുപ്പത്തിൽ മരം കയറാൻ പറ്റില്ല. വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ വഴി ബല്ലുകുരങ്ങൻ എത്തിയത്. അല്ല, ഇതാര് രാജാവ്? ഞങ്ങളുടെ കൊരങ്ങന്മാരുടെ താവളത്തിൽ എന്താണ്? ഞാനേ നമ്മുടെ കരടിയച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ വന്നത്. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? അങ്ങക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയൂ, അങ്ങ് കൽപ്പിച്ചാലും. കൊരങ്ങ, ആ തേനീച്ചക്കൂട് കണ്ടോ? ആ, നീ അവിടെ പോയേ എനിക്ക് കുറച്ച് തേൻ എടുത്തിട്ട് വരുമോ? പിന്നെന്താ രാജാവേ, ഇപ്പൊ കൊണ്ടുവരാം. ഒറ്റ ചാട്ടത്തിന് മരത്തിന്റെ മുകളിൽ കയറി തേൻകൂടിനടുത്തെത്തി ആ കുരങ്ങൻ. കൂട് തൊടാൻ നോക്കിയപ്പോഴേക്കും തേനീച്ചകളുടെ കുത്തൽ തുടങ്ങി. ബല്ലു, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. തേനീച്ച കുത്തുകൾ സഹിച്ചും കുരങ്ങൻ തേൻകൂടുമായി താഴെയെത്തി. ഇതാ അങ്ങ് ആവശ്യപ്പെട്ടത്. നിന്റെ കൈക്ക് എന്തു പറ്റി? തേനീച്ചകൾ കുത്തിയതാണ് രാജാവേ. എന്നോട് ക്ഷമിക്കൂ ബല്ലു, എന്നെ കൊണ്ടല്ലേ നിനക്കിങ്ങനെ ആയത്. അതൊന്നും കുഴപ്പമില്ല രാജാവേ. എന്റെ ചെങ്ങായി കരടിച്ചന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ തേനിന്റെ ആവശ്യമുണ്ടായിരുന്നത്. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് എടുത്തു തന്നില്ലേ, നിനക്കെന്റെ നന്ദി. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നേരെ എൻ്റെ അടുത്ത് വന്നാൽ മതി. അങ്ങനെ സിംഹം തേൻകൂടുമായി കരടിച്ചന്റെ അടുത്തെത്തി. കരടിച്ച, നീ ആവശ്യപ്പെട്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആ മലയടിവാരത്തിലെ തേൻ ഞാൻ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു. വേഗം കുടിക്കേ. നിങ്ങൾ തേൻ കൊണ്ടുവന്നതിന് നന്ദി. പക്ഷെ വൈകിപ്പോയി, ഞാൻ ജീവിക്കും തോന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ, നീ കുറച്ച് തേൻ കുടിക്കടോ. സിംഹം പ്രയാസപ്പെട്ട് കൊണ്ടുവന്ന തേൻ കരടി കുടിച്ചെങ്കിലും കരടിയുടെ ജീവൻ പോയി. കണ്ണു തുറക്ക് കരടിച്ച, കണ്ണു തുറക്ക്. കണ്ണു തുറക്കു കരടിച്ച. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. കരടിച്ച, കണ്ണു തുറക്ക് കരടിച്ച. ഇത്രയേറെ സ്നേഹവിളികൾ ഉണ്ടായിട്ടും കരടിച്ചൻ എന്നേക്കുമായി കണ്ണടച്ചു കളഞ്ഞു. എന്നോട് ക്ഷമിക്കട, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. കരടിയുടെ മരണം എല്ലാവരിലും ദുഃഖമുളവാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. മൃഗങ്ങളൊക്കെ ഒരു ദിവസം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. രാജാവ് കരടിച്ചനെ രക്ഷിക്കാൻ കുറെ പരിശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, രക്ഷിക്കാൻ പറ്റില്ല. അതെ, സിംഹം എത്ര നല്ല രാജാവാണ്. നമ്മളെയൊക്കെ പൊന്നു പോലെയല്ലേ അദ്ദേഹം കാത്തുരക്ഷിക്കുന്നത്. ശരിയാ, പകരമായി എന്തു ചെയ്യും നമ്മൾ? നമ്മുടെ രാജാവിന് നമ്മൾക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? രാജാവ് ഇപ്പോഴും അവിവാഹിതനാണ്. അദ്ദേഹത്തിന് നല്ലൊരു വധുവിനെ കണ്ടുപിടിച്ചാലോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. പക്ഷേ സിംഹരാജാവ് കേൾക്കുവോ? ശരി, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യ്, നമുക്കെല്ലാം രാജാവിനോട് പോയി സംസാരിക്കാം. വർഷങ്ങളായി സിംഹരാജാവ് തന്റെ ഗുഹയിൽ തനിച്ചാണ് താമസിക്കുന്നത്. അവിടേക്ക് മൃഗങ്ങളൊക്കെ ഒരു തീരുമാനവുമായി എത്തി. രാജാവ് നീണാൾ വാഴട്ടെ. അല്ല, എല്ലാവരും ഉണ്ടല്ലോ. പറയൂ, എന്താണ് വിശേഷം? രാജാവ്, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമ്മെക്കുറിച്ചോ? അതെ രാജാവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതെ മഹാരാജൻ, അങ്ങ് വിവാഹിതനാകണം. ഞങ്ങളുടെ ആഗ്രഹമാണിത്. കല്യാണമോ? വേണ്ട 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 വേണ്ട. അപ്പോൾ അവിടേക്ക് സിംഹത്തിന് തേൻകൂടെടുത്തു കൊടുത്ത് സഹായിച്ച കുരങ്ങനെത്തി. മഹാരാജാവ് ജയിക്കട്ടെ. എടാ ബല്ലു, നീയോ? വാ വാ. പ്രിയപ്പെട്ടവരെ, ബല്ലു എൻ്റെ സുഹൃത്താണ്. എന്നെ അവൻ കുറെ സഹായിച്ചിട്ടുണ്ട്. സുഹൃത്തോ? അതെ, ബല്ലു നമ്മുടെ വിശിഷ്ടാതിഥിയാണ്. ആ, സന്തോഷമുണ്ട്. പറയൂ ബല്ലു, എന്താണ് ഇവിടെ? എന്ത് പറയണം എൻ്റെ രാജാവേ,
എൻ്റെ ഏരിയയിൽ നിന്ന് എന്നെ പുറത്താക്കി. എന്തിന്? ഞങ്ങളുടെ പ്രദേശത്തെ ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പട്ടി തിന്നു. ന്യായം ചോദിക്കാൻ പോയതാ ഞാൻ, പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ പുറത്താക്കി. കലികാലമാ ബല്ലു. നീ ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടെ ഇവിടെ കൂടിക്കോ. അപ്പോൾ തന്നെ സിംഹം തന്റെ ഗുഹയുടെ അടുത്ത് ഒരു ചെറിയ വീട് കുരങ്ങനെ അനുവദിച്ചു. അങ്ങയോട് നന്ദി പറയാൻ വാക്കുകളില്ല. ഇതിൽ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്നെ സഹായിച്ചില്ലേ, അതേപോലെ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് കരുതിയാ മതി. അങ്ങനെയും കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ബല്ലുകുരങ്ങൻ തന്റെ വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആന കുറച്ച് പഴങ്ങൾ കൊണ്ടുവന്നു. പല്ലു, ഒന്ന് കഴിച്ചേ, രാജാവ് കൊടുത്തു വിട്ടതാ അടിപൊളി പഴങ്ങൾ. ഓ, അത് മാത്രമല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലേ രാജാവിനോട് ഉടനെ തന്നെ പറയാൻ പറഞ്ഞു. രാജാവിൻ്റെ ഉത്തരവ് കേട്ട് ഒരു ആനയും ഒരു കടുവയൊക്കെയാണ് എനിക്ക് ഭക്ഷണം കൊണ്ടു തരുന്നത്. ഇവിടുത്തെ പ്രജകൾക്ക് രാജാവിനോട് എത്ര ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. ഇതുപോലൊരു ജീവിതം എനിക്കും കിട്ടിയെങ്കിൽ. സിംഹരാജാവിന്റെ കൽപ്പനയനുസരിച്ച് കാട്ടിലെ പ്രജകളൊക്കെ ബല്ലുകുരങ്ങനെ സേവിച്ചു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ബല്ലുകുരങ്ങൻ വനാതിർത്തിയിൽ തന്റെ വാനര ചങ്ങാതിമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. എന്നെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയല്ല? എനിക്ക് മരം കയറി മടുത്തു. എനിക്ക് ഒരു രാജാവാകണം. എടാ, നിന്നെ ആരാടാ രാജാവാക്കാൻ പോന്നെ? സിംഹരാജാവ് മരിച്ചു കഴിഞ്ഞാലേ പിന്നെ ഞാനാ രാജാവ്. അതിന് സിംഹരാജാവിനെ ആര് കൊല്ലും? ആര് കൊല്ലുമെന്നോ? എടാ, അയാളെ തട്ടിക്കളഞ്ഞ ശേഷം ഞാൻ രാജാവായി സുഖമായി ജീവിക്കും. പക്ഷെ അയാളെ എങ്ങനെ കൊല്ലും? എടാ, അയാളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്താൽ മതി. വിഷമൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മോനെ. ശരി ശരി. അങ്ങനെ 2 കുരങ്ങന്മാരും കൂടി സിംഹത്തെ കൊല്ലാനുള്ള പദ്ധതിയിട്ടു. പക്ഷെ എന്തു ചെയ്യാനാണ്? ഒരു പെൺമാൻ മരച്ചുവട്ടിലിരുന്ന് ഇതൊക്കെ കേട്ടു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് രാജാവിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ് അല്ലേ? എത്രയും പെട്ടെന്ന് ഈ കാര്യം രാജാവിന്റെ ചെവിയിലെത്തിക്കണം. മാൻ വേഗത്തിൽ ഓടിച്ചെന്ന് രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. രാജാവേ, അങ്ങയുടെ ജീവൻ അപകടത്തിലാണ്. ആപത്തോ? എങ്ങനെ? അങ്ങയുടെ ഉറ്റ സുഹൃത്ത് കുരങ്ങൻ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞത് സത്യമാണ്. ബല്ലുവും കൂട്ടുകാരനും ചേർന്ന് അങ്ങയെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. ബല്ലു എന്റെ പ്രിയ ചങ്ങാതിയാണ്, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ സത്യമായിട്ട് ഞാൻ പറയുന്ന അവൻ ചതിയനാണ്. അസംബന്ധം പറയുന്നത് നിർത്തൂ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നു തിന്നും. മഹാരാജാവ്, എന്നെ വിശ്വസിക്കണം. അവർ രണ്ടുപേരും പ്ലാൻ ഇടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. എടി മാനെ, എന്റെയും ബല്ലുവിന്റെയും കൂട്ടുകെട്ടി കാട്ടിൽ കുറെ പേർക്ക് ഉറക്കമില്ലാതാക്കി എനിക്കറിയാം. നീ അതിലൊരാളല്ലേ. നിന്റെ വാക്ക് ഒരിക്കലും വിശ്വസിക്കില്ല ഞാൻ. പോയിടുന്നു. മാനിനെ പേടിപ്പിച്ചോടിച്ച് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബല്ലുകുരങ്ങൻ അവിടെ എത്തി. ഭക്ഷണം കഴിച്ച രാജാവേ? ആ, നീ എവിടെന്നാ വരുന്നത്? ഞാൻ വെറുതെ ചുറ്റാൻ പോയതല്ലേ. ശരി, നീ പോയി വിശ്രമിക്ക്, രാത്രിയായില്ലേ. പിറ്റേ ദിവസമായി. ഓ, രാവിലെ തന്നെ നല്ല വിശപ്പാണല്ലോ. എന്തു പറ്റി? ശരി, പോയി കഴിച്ചേക്കാം. വിശന്നു വലഞ്ഞ് ഇരതേടി ഇറങ്ങിയ സിംഹത്തിന് ഇരയൊന്നും കിട്ടിയില്ല. ഇന്ന് ഒരു ഇരയും കാണുന്നില്ലല്ലോ. എത്ര നേരം വിശന്നിരിക്കാനാ? ആഹാരം അന്വേഷിച്ച് വലഞ്ഞ സിംഹം വനാതിർത്തി വരെ എത്തി. അപ്പോൾ ആ പേടമാൻ വീണ്ടും സിംഹത്തിന്റെ അടുത്തെത്തി. നീയോ? ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. ആ കൊരങ്ങൻ പഴത്തിൽ വിഷം വെച്ച് അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എടി മാനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ വിശന്ന് പൊരിഞ്ഞു നിൽക്കുകയാണ്. നീ വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നിന്നെ ഞാൻ അടിച്ചു കൊന്നു തിന്നു. എന്നെ വിശ്വസിക്കൂ രാജാവേ, ആ കൊരങ്ങൻ അങ്ങേ കൊല്ലാൻ നടക്കുകയാണ്. ഓ, അങ്ങനെയാണോ? എന്നാൽ നീയാണ് ഇന്ന് എന്റെ ആഹാരം. കോപാകുലനായ സിംഹം മാൻപേടയെ കൊല്ലാനായി പിടിച്ചു. കൊന്നോളൂ, മരിക്കാൻ നിൽക്കുന്ന ഞാൻ നുണ പറയില്ല. അവൻ ചതിയനാണ്. നിങ്ങളെ വിഷം വെച്ച് കൊല്ലും അവൻ. മരണസമയത്തും മാൻപേട താൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചു നിൽക്കുന്നത് കണ്ട സിംഹം ആലോചിക്കാൻ തുടങ്ങി. മരണസമയത്ത് ഒരു ജീവിയും നുണ പറയാറില്ല. ഇവള് പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ ആലോചിച്ച സിംഹരാജാവ് മാൻപേടയെ വെറുതെ വിട്ടു. ഇര പിടിക്കാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ബോറടിക്കുന്നു, ബല്ലു എവിടെയാ നോക്കിയിട്ട് വരാം. സിംഹം കുരങ്ങന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ ഇല്ല. ശരിക്കും ബല്ലു എന്നെ കൊല്ലാനാണോ പ്ലാൻ ഇടുന്നത്? അവൾ പറഞ്ഞത് ശരിയാവുമോ? അവൻ എന്തിനാ എന്നെ കൊല്ലുന്നത്? അപ്പോൾ ബല്ലു ഒരു പഴവുമായി സിംഹത്തിന്റെ അടുത്തെത്തി. എടാ ബല്ലു, നീ എവിടെയാ പോയത്?
ഞാൻ രാജാവിന് വേണ്ടി പഴം കൊണ്ടുവരാൻ പോയതാ. ഓ, അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പല്ലേ. അപ്പൊ ഈ പഴത്തിൽ എന്തായാലും വിഷമുണ്ടാവും. രാജാവേ, ഇത് ഞങ്ങളുടെ ഏരിയയുടെ നമ്പർ 1 പഴമാണ്, കഴിക്കുന്നേ. ബുദ്ധിമാനായ സിംഹം ഇങ്ങനെ പറഞ്ഞു. ബല്ലു, ഞാൻ ഈ പഴം എന്തായാലും കഴിക്കും. പക്ഷെ എനിക്ക് മുമ്പ് നീ ഈ പഴം കഴിക്കണം. രാജാവേ, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടാണ് വന്നത്. ഇത് അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, അങ്ങ് കഴിക്കുന്നേ. ഇല്ല ഇല്ല, ഈ പഴം നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ശരി രാജാവേ, രാജാവ് പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചേക്കാം. നിർബന്ധത്തിന് വഴങ്ങി കുരങ്ങൻ ആ പഴം കഴിച്ചു. പക്ഷേ അതിൽ വിഷം ഇല്ലാതിരുന്നത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഛേ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു. അതിനുശേഷം സംശയമെന്നിയ സിംഹം പഴം കഴിച്ചു. ഇത് കണ്ട കുരങ്ങൻ ആലോചിക്കാൻ തുടങ്ങി. നിന്റെ വിശ്വാസം നേടാനായിട്ടാടാ ഞാൻ നിനക്ക് ഈ പഴം തന്നത്. ഇതിൽ വിഷമില്ല, പക്ഷെ നീ കഴിക്കുന്ന അടുത്ത പഴത്തിൽ വിഷമുണ്ടാകും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു ദിവസം ബല്ലു കുരങ്ങൻ വിഷം പുരട്ടിയ ഫലവുമായി സിംഹത്തെ കാണാനെത്തി. രാജാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബല്ലു കുരങ്ങൻ സിംഹത്തിന് പഴം കൊടുത്തു. വളരെ വിശ്വാസത്തോടു കൂടി തന്നെ സിംഹം കുരങ്ങ് തന്ന പഴം കഴിക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് അവിടെ മാൻ ഓടിയെത്തി. അരുതേ അരുതേ മഹാരാജാവേ, ആ പഴം ഞാൻ കഴിക്കാം. പറ്റില്ല, ഈ പഴം രാജാവിന് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയല്ല. ഇല്ല മഹാരാജാവേ, ദയവ് ചെയ്ത് എനിക്ക് തരൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ പറഞ്ഞല്ലേ ഇത് രാജാവിന് വേണ്ടിയിട്ടാണെന്ന്. സ്ഥലം വിട്. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട ബല്ലു കുരങ്ങിനെ കണ്ട് സിംഹത്തിന് സംശയം തുടങ്ങി. ഇതിലാ കുരങ്ങൻ വിഷം ചേർത്തിട്ടുണ്ടാവോ? എന്നെ രക്ഷിക്കാനായിട്ടാണോ ആ മാൻപേട ഈ പഴം ആവശ്യപ്പെടുന്നത്? ഇങ്ങനെ ചിന്തിച്ച് സിംഹം പറഞ്ഞു, ഒരു കാര്യം ചെയ് മാനെ, നീ ഇത് തിന്നോ, നിനക്കല്ലേ അധികം വിശപ്പ്. ദാ. അങ്ങനെ സിംഹം ആ പഴം മാനിന് കൊടുത്തു. അവൾ കഴിച്ചതും അതിലെ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. മഹാരാജാവേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ കൊടും ചതിയനാണെന്ന്. ഇവൻ ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം മാൻപേട മരിച്ചു വീണു. ബല്ലു, നിന്റെ അഭിനയം സമ്മതിക്കണം. നീ തന്ന വിഷപ്പഴം കഴിച്ച് ഒരു പാവം മാൻപേട മരിച്ചുപോയി. രാജാവേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ വിഷം ചേർക്കേണ്ടത്? ഈ മാൻ എന്നോട് എത്ര പറഞ്ഞാന്നറിയോ നീ ഒരു ചതിയനാണെന്ന്. പക്ഷെ ഞാൻ അവളുടെ ഒരു വാക്കിനും വില കൊടുത്തിട്ടില്ല. ഇന്നാടാ എനിക്ക് മനസ്സിലായത് ബല്ലു, നീ മിത്രമല്ല, ഒരു ശത്രുവാണെന്ന്. ഉറക്കെയുള്ള സിംഹത്തിന്റെ ശബ്ദം കേട്ട് മൃഗങ്ങളൊക്കെ അവിടെ എത്തി. പ്രജകളെ, ഇവനെ നാഗവടം കൊണ്ട് ബന്ധിച്ച് ദ്വാരമുള്ള തോണിയിൽ കയറ്റി നദിയിലെ ചുഴിയിലേക്ക് തള്ളിവിടുവീൻ, വേഗം. അങ്ങനെ രാജകൽപ്പനയനുസരിച്ച് പ്രജകളൊക്കെ കുരങ്ങനെ നാഗവടം കൊണ്ട് ബന്ധിച്ച് ദ്വാരമുള്ള തോണിയിൽ കയറ്റി ഇങ്ങനെ പറഞ്ഞു, എടാ ചതിയൻ കൊരങ്ങ, ഈ തോണിയിൽ ദ്വാരമുണ്ട്. വെള്ളം കയറി നീ പരലോകത്ത് പോയി മാമ്പഴം കഴിക്കും. അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും എന്നെ തോണിന്ന് വെളിയിലാക്കണേ. രാജാവേ, രക്ഷിക്കൂ. കടുവയും ചീറ്റയും ദ്വാരമുള്ള തോണി പുഴയുടെ നടുക്ക് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നു. ദ്വാരമുള്ളത് കൊണ്ട് തോണിയുടെ അകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അയ്യോ, തോണിയിൽ വെള്ളം നിറയാൻ തുടങ്ങി. രാജാവേ, എന്നെ രക്ഷിക്കണം. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. രാജാവേ, രാജാവേ. പക്ഷെ ആ കരച്ചിൽ കേൾക്കാൻ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ. കൊടും വഞ്ചകനായ കുരങ്ങൻ അലറിക്കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആ തോണി പുഴയുടെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയി. തോണി ആ പുഴയുടെ അടിയിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെ സമർത്ഥനായ സിംഹരാജാവ് പാപിയായ കുരങ്ങനെ ശിക്ഷിച്ചു. ഇത് കേട്ട് പ്രജകൾക്ക് സന്തോഷമായി. അവർ രാജാവിനെ ആർപ്പു വിളിച്ചു, നീതിമാനായ രാജാവ് നീണാൾ വാഴട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.